പ്രിയമുള്ളവരെ നമസ്കാരം. കിഷ്കിന്ധകാന്ഡം, ആസിഫ് അലി, വിജയരാഘവൻ, അപർണ ബാലമുരളി, ജഗദീഷ്, അശോകൻ, നിഴൽകൾ രവി തുടങ്ങിയവരെ മുഖ്യ കഥാപാത്രങ്ങളാക്കി ഡിഞ്ചിത് അയ്യത്താൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത മിസ്റ്ററി ഡ്രാമയാണ് കിഷ്കിന്ധകാന്ഡം. ആദ്യാവസാനം ത്രിൽ സമ്മാനിക്കുന്ന ഒരു കിടിലൻ സിനിമ. കാടിൻ്റെ നടുവിൽ ഒരു വീടും അവിടേക്ക് ആദ്യഭാര്യയുടെ മരണത്തിന് ശേഷം നായകനായ ആസിഫ് അലി രണ്ടാമത് വിവാഹം ചെയ്തു കൊണ്ടുവരുന്ന നായികയായ അപർണ ബാലമുരളി ആ വീട്ടിൽ എത്തുന്നതോടെ സിനിമ ആരംഭിക്കുന്നു. എന്നാൽ ആ വീടിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന് ആ വീട്ടിലേക്ക് വന്ന അന്ന് തന്നെ അപർണ ബാലമുരളി മനസ്സിലാക്കുകയും ശേഷം ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ കുശാഗ്ര ബുദ്ധിയോടെ ആ ദുരൂഹതകൾ അകറ്റാനുള്ള അന്വേഷണങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം. ഈ സിനിമയിൽ നായകൻ ആസിഫ് അലി ആണെങ്കിലും സിനിമയിൽ അഭിനയത്തിൻ്റെ എക്സ്ട്രീം ലെവലിൽ നമുക്ക് കാണാനാകുന്നത് വിജയരാഘവനെയാണ്. ഇടയ്ക്ക് വിജയരാഘവൻ തൻ്റെ അച്ഛനായ എൻ.എം. പിള്ളയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ പെർഫോം ചെയ്യുന്നുമുണ്ട്. ഓർമ്മകളെല്ലാം മറവിയുടെ ശവക്കുഴിയിലേക്ക് എന്നോ വീണുപോയ ഒരു കഥാപാത്രമായി ഓരോ സെക്കൻഡിലും ഭാവങ്ങൾ മാറുന്ന വിജയരാഘവൻ ഒരു അടാറ് നടൻ തന്നെയാണെന്ന് ഈ സിനിമയിലൂടെ ഒന്നുകൂടെ തെളിയിച്ചിരിക്കുന്നു. അപർണ ബാലമുരളി ആസിഫ് അലിക്കൊപ്പം തന്നെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. ജഗദീഷും അശോകനും നിഴൽകൾ രവിയും അഭിനയിച്ച മറ്റെല്ലാ ആർട്ടിസ്റ്റുകളും തങ്ങളുടെ ഭാഗങ്ങൾ വളരെ നന്നായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മുജീബ് മജീദിന്റെ സ്കോറിംഗ് വളരെ നന്നായിട്ടുണ്ട്. ഓരോ സീക്വൻസിനെയും കൂടുതൽ ത്രില്ലടിപ്പിക്കാൻ ഈ സിനിമയിലെ സ്കോറിംഗ് നിർവഹിച്ചിരിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല. ഒരു സെക്കൻഡ് പോലും ബോറടിപ്പിക്കാതെ ആദ്യാവസാനം ത്രിൽ സമ്മാനിക്കുന്ന ഈ സിനിമ നിങ്ങൾ കുടുംബസമേതം തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഇതുപോലുള്ള സിനിമകൾ തിയേറ്ററിൽ കാണുന്നത് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് എഴുതിയിടുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു സിനിമ വിശേഷവുമായി കാണും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.